ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുകയാണ്. ബാലേന്ദ്രൻ കാർ സ്ലോ ചെയ്യുമ്പോഴേക്കും ഫ്രണ്ടിലൊരു ബാറ് കാണുവാണ്. അപ്പോൾ ബാറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ബാറിലേക്ക് കയറും. അകത്ത് പോയിട്ട് നമ്മുടെ വെയിറ്റർ വന്ന് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് മതി എന്ന് പറയും. അപ്പോൾ വെയിറ്റർ പിന്നെയും ചോദിക്കും സാർ ബ്രാൻഡ് ഏതാന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ അത് വരുന്നവരെയും നമ്മുടെ വൈജയുടെ ചേട്ടൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. വൈജയുടെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞതൊക്കെ 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ, അതൊക്കെ എന്തിനാ പിന്നെയും കുത്തിപ്പൊക്കുന്നതെന്നൊക്കെ പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ വെയിറ്റർ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് കുടിച്ച് കഴിഞ്ഞും ബാലേന്ദ്രൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് വൈജയെ സ്നേഹിച്ചപ്പോഴേക്കും നിങ്ങൾ എന്നെ മുഖത്തടിച്ചു കളിയാക്കി വിട്ടു, പിന്നെ രണ്ടാമത് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷയാണോ ഇതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ ഓർക്കുവാണ്. ബാലേന്ദ്രൻ ദേഷ്യത്തിൽ ബ്ലഡി ചീറ്റ് എന്ന് പറഞ്ഞിട്ട് കൈ തട്ടുമ്പോഴേക്കും ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ വെയിറ്റർ ഓടി വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ഒരെണ്ണം കൂടെ വേണമെന്ന് പറയുവാണ്. പിന്നെ ഒരെണ്ണം കൂടെ കുടിച്ച ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ കാറിൽ തിരികെ സഞ്ചരിക്കുകയാണ്. രാത്രിയാണ്, നല്ല മഴയുണ്ട്. ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ബാലേന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ബാലേന്ദ്രൻ ഫോൺ എടുത്ത് ഓൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ഒരാൾ വിളിക്കുകയാണ്. വേറെ ആരെയും അല്ല, ബാലേന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ വിളിക്കുന്ന ഗോവർദ്ധനൻ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് 2 ദിവസമായിട്ട് ബാലേന്ദ്രൻ എവിടെയാണ്, എല്ലാവരും അന്വേഷിക്കുകയാണ്, തിരക്കാണ്, എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ കോയമ്പത്തൂർ പോയേക്കുമായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ അതെന്താ ആരോടും പറയാതെ പോയേ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കോയമ്പത്തൂർ പോണേ ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഗോവർദ്ധനൻ അതിന് മറുപടി ഇല്ല. ഗോവർദ്ധനൻ പറയുന്നുണ്ട് ബാലേന്ദ്രനെ കാണാതെ പോയിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ തിരികെ ചോദിക്കുന്നുണ്ട് എന്നെ കാണാതായിട്ട് നീ ഉറങ്ങിയില്ലേ, എൻ്റെ പെങ്ങൾ അതായത് നിൻ്റെ ഭാര്യ കിടന്നുറങ്ങിയില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഗോവർദ്ധനൻ ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ തിരിച്ചു പറയുന്നുണ്ട് വൈജേച്ചി ഉറങ്ങിക്കാണില്ലെന്ന് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്നെ ചിരിപ്പിച്ച് കളഞ്ഞല്ലോടാന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് നീ ഏറ്റവും വലിയ തമാശ പറഞ്ഞ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ ബാലേന്ദ്രൻ എല്ലാം ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഞാനിപ്പോൾ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഇന്നെത്തും, ചിലപ്പോൾ നാളെ എത്തും, ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും കയറി താമസിക്കും, ചിലപ്പോൾ റോഡ് കിടന്നുറങ്ങും, ഒന്നും പറയാൻ പറ്റില്ല, ഇന്നോ നാളെയോ വീട്ടിലെത്തും എന്ന് പറഞ്ഞ് കോളിങ്ങനെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഗോവർദ്ധനൻ ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് പിന്നെയും തിരികെ വിളിക്കുവാണ് കട്ട് ചെയ്ത ഫോണിലേക്ക്. അപ്പോൾ എന്താടാന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധനൻ പറയുന്നുണ്ട് ഞാൻ വൈജേച്ചിയോട് എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്, ചിലപ്പോൾ ഇന്നെത്തും, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രന് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വൈജയന്തി വീട്ടിൽ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോഴേക്കും ഗോവർദ്ധൻ എന്ന് കാണിക്കുമ്പോൾ വൈജയന്തി എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് ചേച്ചി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ബാലേട്ടൻ വിളിച്ചായിരുന്നു എന്ന് പറയുകയാണ്. കോയമ്പത്തൂർ പോയേക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇപ്പോൾ കോയമ്പത്തൂർ പോയേ, നീ ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു, ചേട്ടനൊന്നും പറഞ്ഞില്ല, ചേട്ടൻ ആപ്പാടെ ശരിയായ ഒരു മൂഡിലല്ല, ചേട്ടൻ വരുമ്പോഴേക്കും ദേഷ്യപ്പെടരുത്, കാര്യങ്ങളൊക്കെ പതിയെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. വൈജ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ബാലേന്ദ്രൻ കോയമ്പത്തൂർ പോയത്, എൻ്റെ തെറ്റെന്താന്നൊക്കെ ഇങ്ങനെ വൈജ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വൈജ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിന്നോട് തർക്കിച്ചിട്ട് എന്ത് കാര്യമായിരിക്കണം, ഞാൻ ബാലേന്ദ്രൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വൈജ ഫോൺ എടുത്ത് ബാലേന്ദ്രനെ വിളിക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജ ഫോൺ എടുത്ത് ഇങ്ങനെ ബെഡിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അടുത്ത സീൻ കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുക്കുകയാണ്. നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് അലീന പുറത്തേക്ക് പോയി നോക്കുന്നതിന് മുമ്പ് ജനൽ വഴി ഇങ്ങനെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ നിൽക്കുന്ന കാണുവാണ്. സന്തോഷത്തോടെ അലീന ഡോർ തുറക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് പന്തികേടല്ല നിൽപ്പ്, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ബാലേന്ദ്രൻ മാരടി എന്ന് പറഞ്ഞ അലീനയോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അലീന ഭയങ്കര ഷോക്കായിപ്പോയി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ബാലേന്ദ്രൻ. എന്നിട്ട് ബാലേന്ദ്രൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന രീതിയിൽ. ബാലേന്ദ്രൻ റൂമിൽ പോയി ബാഗ് വെച്ചിട്ട് ഒരുപാട് നേരം മുറിക്കാത്ത ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ മുറി എന്നൊക്കെ ഒരു കോമാളിയെ പോലെ ദേഷ്യവും സങ്കടവും വിഷമമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പറയുവാണ് കേട്ടോ. പിന്നെ ബാലേന്ദ്രൻ ഒരു ഗൺ എടുക്കുവാണ് നമ്മുടെ അലമാരിക്കകത്ത് നിന്ന്. അപ്പോൾ അലീനയാണെങ്കിൽ ബാലേന്ദ്രന് ആ ഒരു അവസ്ഥ കണ്ടിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് ചായയായിട്ട് റൂമിലേക്ക് വരികയാണ്.
അപ്പോൾ ബാലേന്ദ്രനെ വിളിച്ചിട്ട് അലീന സാർ ചായ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നിന്നോട് ഇപ്പോൾ ചായ ചോദിച്ചായിരുന്നോ എന്ന് ചോദിച്ച് ഒരു ഗണ്ണെടുത്ത് അലീനയുടെ നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലെ പിടിക്കുകയാണ്. അലീന ശരിക്കും പേടിച്ചു പോയി. എന്നിട്ട് പോകുമെന്ന് പറഞ്ഞ് അലീനെ വഴക്കിട്ട് ഡോർ അടയ്ക്കാൻ പറഞ്ഞ് ഡോറും അടച്ചിട്ട് അലീന പോവുകയാണ്. അലീന ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് എന്തോ ആലോചിച്ച് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്, ബാലേന്ദ്രൻ എന്താ ഇങ്ങനെയെന്ന രീതിയിൽ. പിന്നെ ബാലേന്ദ്രൻ അവിടെ ഇരുന്നിട്ട് ആ ഗണ്ണ് ബാലേന്ദ്രൻ്റെ സ്വന്തം തലയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെടിവെക്കുന്ന പോലെ. പിന്നെ അവിടെ ബാലേന്ദ്രൻ്റെയും വൈജയുടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ വൈജയുടെ നെറ്റിയിൽ ഇങ്ങനെ ഗണ്ണിങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പുറത്ത് കിടന്ന് ആലോചിക്കുകയാണ് എന്താണ് ഈ ബാലേന്ദ്രൻ ഇങ്ങനെ പറ്റിയെന്ന രീതിയിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് ആലോചിക്കുകയാണ്. വൈജയുടെ ആ ഫോട്ടോയിൽ ഇങ്ങനെ ഗൺ വയ്ക്കുമ്പോൾ ബാലേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നത് റിയൽ വൈജയുടെ തലയിൽ ഇങ്ങനെ തോക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിലെ ചിന്തകൾ. അതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്.